നമുക്ക് നല്ലൊരു ബോഡി അല്ലെങ്കിൽ ഹാൻഡ് ക്രീം ഇപ്പോൾ നമ്മളിപ്പോൾ വീട്ടിലൊക്കെ പണിയൊക്കെ ചെയ്ത് കഴിയുകയാണെങ്കിൽ കൈയൊക്കെ ഭയങ്കര ഡ്രൈനെസ് വരും അല്ലേ. അപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ക്രീമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ മണമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ രണ്ട് കോമ്പിനേഷൻ. അതായത് നമ്മുടെ ലാങ്കി ലാങ്കി പറയില്ലേ, ആ പൂവും അതുപോലെ കുന്തിരിക്കത്തിൻ്റെയും എസെൻഷ്യൽ ഓയിലുകളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നാച്ചുറലായിട്ട് നമ്മൾ ഒരു ഏതെങ്കിലും സ്കിൻ അല്ലെങ്കിൽ ഹെയർ കെയർ പ്രൊഡക്ട്സിൽ നമ്മളിപ്പോൾ എസെൻഷ്യൽ ഓയിലുകളാണ് ഉപയോഗിക്കുക. ഫ്രാഗ്രൻസ് ഓയിൽ അല്ല. മണം മാത്രമല്ല, അതിന് ഗുണം കൂടി വേണം. അപ്പോൾ ഇപ്പോൾ ലാങ്കി ലാങ്കിയുടെ ഇത് പറയുകയാണെങ്കിൽ നമുക്ക് അതിലിപ്പോൾ ഓയിൽ പ്രൊഡക്ഷൻ, ശരീരത്തിലുണ്ടാകുന്ന ഓയിൽ പ്രൊഡക്ഷൻ, അതുപോലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനായിട്ട്, ഹെയർ ഗ്രോത്ത്, അതുപോലെ തന്നെ അറ്റ് ദ സെയിം ടൈം സ്കിന്ന് മോയ്സ്ചറൈസ് ചെയ്ത് നിർത്താനൊക്കെ ഗുണപ്പെടുന്ന ഒരു കാര്യമാണ് ലാങ്കി ലാങ്കി. അതുപോലെ തന്നെ കുന്തിരിക്കത്തിൻ്റെ എസെൻഷ്യൽ ഓയിൽ, അതിനും അതിൻ്റേതായ ഒത്തിരി ഗുണങ്ങൾ. അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതുപോലെ ഹീൽ ചെയ്യാനായിട്ടുള്ള, ഇപ്പോൾ ശരീരത്തിലുള്ള വൂണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ചൊറിച്ചിൽ അങ്ങനത്തൊക്കെ ഹീൽ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെ ഒത്തിരി ബെനിഫിറ്റ്സ് ഉള്ളതാണ്. അത് സ്കിന്നിനായാലും ഹെയറിനായാലും. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ ഇതിന് മുൻപ് ഒരു ഫേസ് ക്രീം ചെയ്തായിരുന്നു. അതിൽ ചെറിയൊരു വേരിയേഷൻ മാത്രമേ ഇതിലുണ്ടാവുന്നുള്ളൂ. എല്ലാ ബേസും, ഓയിൽ ബേസും അല്ലെങ്കിൽ വാട്ടർ ബേസും ഒക്കെ സെപ്പറേറ്റ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. സെയിം മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഇൻഗ്രീഡിയൻസ് മാത്രം ഡിഫറെൻ്റ് ആണ് മാത്രം. അപ്പോൾ ആദ്യം നമുക്ക് ഫോർമുലയിലേക്ക് പോകാം. 3 ഫേസ് ആണുള്ളത്. അതായത് വാട്ടർ ബേസ്, ഓയിൽ ബേസ്, അത് കഴിഞ്ഞിട്ട് കൂളിംഗ് പീരീഡിൽ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ അലോവേര ജ്യൂസാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞൊരു വീഡിയോയിൽ എങ്ങനെ അലോവേര ജ്യൂസ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞായിരുന്നു. ആ സെയിം ജ്യൂസ് തന്നെയാണ് ഇതിലും യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് അലോവേര ജ്യൂസ് ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ അത് ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കാം, അത് പ്രശ്നമൊന്നുമില്ല. ഡിസ്റ്റിൽഡ് വാട്ടർ തന്നെ വേണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ pH അല്ലെങ്കിൽ വേരിയേഷൻ വരും. പിന്നെ സാൻതാൻകം, അത് സാൻതാൻകം മിക്സ് ചെയ്തെടുക്കാനായിട്ട് വെജിറ്റബിൾ ഗ്ലിസറിൻ ഇല്ലാത്തവർക്ക് സാധാരണ ഗ്ലിസറിൻ ആയാലും യൂസ് ചെയ്യാം. ഞാനിതിൽ ഉപയോഗിച്ചത് കുക്കുംബർ ഗ്ലിസറേറ്റ് ആണ്. അതെങ്ങനെ ഉണ്ടാക്കണമെന്നും വേറൊരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു. പിന്നെ നമുക്ക് ഇനി ഓയിൽ ബേസാണ് വേണ്ടത്. ഓയിൽ ബേസിന് നമ്മൾ ഉപയോഗിക്കുന്നത്, ഇതിൽ നിങ്ങൾ കാസ്റ്റർ ഓയിൽ എന്ന് പറയുന്ന ഒരു കാര്യം കാണും. അത് നമ്മുടെ അവണക്കെണ്ണയാണ്. അത് വളരെ ഉപകാരമായിട്ടുള്ള മോയ്സ്ചറൈസ് ചെയ്ത് നിർത്താനും, അതുപോലെ ഈ പാടുകൾ, കുരുവൊക്കെ വന്നിട്ടുള്ള പാടുകൾക്കും, അതുപോലെ ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഓക്സിഡൻറ്റ്, ആൻറ്റി ഏജിങ്, അങ്ങനെ ഒത്തിരി ഗുണങ്ങളുണ്ട്. പിന്നെ സ്വീറ്റ് ആൽമണ്ട് ഓയിൽ, ഒലിവ് ഓയിൽ, ദെൻ ഷിയ ബട്ടർ, ഇത്രയും ഓയിലുകളാണ്. ഇതൊക്കെ നമുക്ക് ചൂടാക്കുന്ന സമയത്ത്, വാട്ടറിൽ വെച്ച് ചൂടാക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഹീറ്റ് സെൻസിറ്റീവ് അല്ല. ഈ ഓയിലുകളൊക്കെ, ചില ഓയിലുകൾ ഹീറ്റ് സെൻസിറ്റീവ് ആണ്. അതായത് ഒരു പ്രത്യേക ടെമ്പറേച്ചറിന് മുകളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ഗുണങ്ങളൊക്കെ നശിക്കും. അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ അതിൽ എത്ര അയഡിൻ കണ്ടൻറ്റ് ഉണ്ടെന്ന് നോക്കണം. ഇപ്പോൾ നമുക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് നോക്കാം, വാട്ട് ഈസ് ദ അയഡിൻ ഓഫ് കോക്കനട്ട് ഓയിൽ, അല്ലെങ്കിൽ ചോദിക്കാം ഒലിവ് ഓയിൽ ഈസ് ഹീറ്റ് സെൻസിറ്റീവ് എന്നുള്ളത്. അപ്പോൾ 100നും താഴെയാണ് അയഡിൻ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചൂടാക്കാം, കുഴപ്പമില്ല. പക്ഷെ 100നും മുകളിലാണ് വരുന്നതെങ്കിൽ, മേലെയാണ് വരുന്നതെങ്കിൽ അത് ചൂടാക്കാൻ പാടില്ല. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നതിൽ പുതിയ ഒന്നെന്ന് പറയുന്നത് സെറ്റൈൽ ആൽക്കഹോളാണ്. അതായത് നമ്മൾ സാൻതാൻകം വളരെ കുറവ് യൂസ് ചെയ്തിട്ട് ഇത് ഒരു ഇമൽസിഫയർ ആയിട്ട്, കോ ഇമൽസിഫയർ എന്ന് പറയും. അതായത് നമ്മൾ ഒലിവിയൻ 1000ൻ്റെ ഒപ്പം നമ്മൾക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ ഒരു ഫാറ്റനിങ് ഏജൻ്റാണിത്. ഇത് മെയിനായിട്ട് വരുന്നത് നമ്മുടെ പാം ഓയിൽ അല്ലെങ്കിൽ കോക്കനട്ട്, അതുപോലെ വെജിറ്റബിൾ ബേസ്ഡ് സാധനം തന്നെയാണിത്. നമ്മുടെ ഒലിവിയൻ 1000 ഡിറൈവ് ചെയ്ത് വരുന്നത് ഒലിവ് ഓയിൽ നിന്നാണ്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒലിവിയൻ 1000 ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു, കാണിച്ചു തന്നായിരുന്നു. ഇതിപ്പോൾ ഇങ്ങനെ ഗോളായിട്ടിരിക്കുകയാണെങ്കിൽ മറ്റേത് ഫ്ലേക്സ് ആയിട്ടാണ് വരുന്നത്. ആദ്യം വാട്ടർ ബേസ് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം ഡിസ്റ്റിൽഡ് വാട്ടർ എടുത്തിട്ട് അതിലേക്ക് ഗ്ലിസറേറ്റ് ആഡ് ചെയ്ത് കൊടുത്തു. ഗ്ലിസറേറ്റിൽ പിന്നീട് സാന്താൻകം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. അത് നേരെ വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അത് മിക്സ് ചെയ്ത് വരാനായിട്ട്. എന്നിട്ട് ഈ മിക്സ്ചർ ഞാൻ വാട്ടറിലേക്ക് ആഡ് ചെയ്തു. അങ്ങനെ കുറച്ച് നേരം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് പിന്നീട് അലോവേര ജ്യൂസ് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് കുറച്ച് നേരമായിട്ട് മിക്സ് ചെയ്തു. അപ്പോൾ ആ ഒരു വാട്ടറി കൺസിസ്റ്റൻറ്റ് മാറി, ഒരു കൺസിസ്റ്റൻസി അതിൻ്റെ ആ ഒരു ഇത് മാറും, കുറച്ച് തിക്നെസ് അതിലേക്ക് വരും. സാന്താൻകം വളരെ കുറവേ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾ മറ്റൊരു ഫേസ് ക്രീമിൻ്റെ വീഡിയോ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാന്താൻകം കൂടുതൽ ഉപയോഗിച്ചതായിട്ട് കാണാം. കാരണം ഇത് എനിക്കൊരു കുറച്ചും കൂടി ലിക്വിഡായിട്ടാണ് എനിക്ക് ഇത് വേണ്ടത്. അതുകൊണ്ടാണ് ഇതിൽ ഗം വളരെ കുറവ് ആഡ് ചെയ്തത്. അത് തന്നെയല്ല, സെറ്റൈൽ ആൽക്കഹോൾ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ക്രീമിൻ്റെ കൺസിസ്റ്റൻസി ഒന്നും കൂടി തിക്കായിട്ട് വരും. അപ്പോൾ ഗമ്മിൻ്റെ അളവ് നമുക്ക് കുറയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ ഓയിൽ ബേസ് പ്രിപ്പയർ ചെയ്യാം.
ഓയിലും എമിൽസിഫയറും ഒക്കെ മെഷർ ചെയ്തെടുത്തു. ഇനി നമുക്ക് ചൂടാകുന്ന പ്രോസസ്സിലേക്ക് പോവാം. ഇപ്പോൾ വെള്ളം ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഈ രണ്ടും വാട്ടർ ബേസും അതുപോലെ ഓയിലും രണ്ടും അതിലേക്ക് വെക്കാം. അപ്പോൾ ഒരു 70 ഡിഗ്രിയിൽ എത്തുമ്പോൾ രണ്ടും 70 ഡിഗ്രിയിൽ എത്തണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ ഇത് രണ്ടും മിക്സ് ആവില്ല, സെപ്പറേറ്റ് ചെയ്തു പോകും. ഈ ഓയിൽ വാട്ടറിലേക്ക് ഒഴിക്കണം. നമുക്ക് ടെമ്പറേച്ചർ അളക്കാനും അല്ലെങ്കിൽ എമിൽസിഫയർ അങ്ങനെയുള്ള കാര്യങ്ങൾ അളക്കാനുള്ള എക്യുപ്മെൻറ്റ്സ് നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമ്മൾ ഇതിലേക്ക് ഇറങ്ങരുത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻഗ്രീഡിയൻസ് മുഴുവൻ നശിച്ചു പോകും, സെപ്പറേഷൻ വരും. അതുപോലെ തന്നെ എസെൻഷ്യൽ ഓയിലുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നാച്ചുറൽ ആണെന്ന് പറഞ്ഞാലും അത് ഒരു പ്രത്യേക കൂടുതൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് സ്കിന്നിന് അലർജി ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ ഉറപ്പ് വരുത്തുക എല്ലാം കയ്യിലുണ്ട്, എക്യുപ്മെൻറ്റ്സ് ഒക്കെ കയ്യിലുണ്ട് എന്നുള്ളത്. എന്തൊക്കെ സാധനങ്ങൾ വേണമെന്നുള്ളൊരു വീഡിയോ ഞാൻ ആദ്യമേ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്കും ഇതിൻ്റെ അടിയിൽ ഇട്ടേക്കാം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഓയിലായാലും വാട്ടർ ബേസ് ആയാലും രണ്ടും ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ആ രണ്ടും ഇപ്പോൾ 70 ഡിഗ്രിയിൽ എത്തിയിട്ടുണ്ട്. ഇത് പതുക്കെ ഇനി നമ്മൾ ഈ ഓയിൽ ഈ വാട്ടറിലേക്ക് നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ സ്ലോലി മിക്സ് ചെയ്യണം. വളരെ സ്ലോ ആയിരിക്കണം. മിക്സ് ചെയ്ത് വന്നിട്ട് അത് മുഴുവൻ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം അത് വെള്ളത്തിൽ നിന്ന് മാറ്റി പുറത്ത് വെച്ച് പിന്നെ സ്പീഡ് കൂട്ടി കൊണ്ടുവരണം. ഇതിൻ്റെ അടിയിൽ സൂക്ഷിച്ച് നോക്കി നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പോഴും ആ വാട്ടറും ഇതുമായിട്ട് ഇപ്പോഴും ശരിക്കും മിക്സ് ആയിട്ടില്ല. ആ മിക്സിങ്ങിലാണ് ശരിക്കും അതിരിക്കുന്നത്. ആ സമയത്ത് നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൈയെടുക്കുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഇത് രണ്ടും മിക്സ് ആവില്ല. ഒരുവിധം ഒന്ന് ചൂടാറി വന്നു കഴിയുമ്പോൾ നമ്മുടെ കേക്ക് ബീറ്റ് ചെയ്യുന്നതല്ല, സൂപ്പ് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്ന അതുണ്ടല്ലോ, അത് വെച്ചിട്ട് വേണം നമ്മൾ ഇതിന്. കാരണം ഒലിവിയൻ 1000 നമുക്ക് അത്ര ഈസി അല്ല. ഇത് നന്നായിട്ട് ഹാർഡായിട്ട് നമ്മളത് ബീറ്റ് ചെയ്താൽ മാത്രമേ നമുക്കത് ആ ഒരു രണ്ടും കൂടി യോജിച്ച് വരുള്ളൂ. ഇപ്പോൾ കണ്ടോ പതുക്കെ വൈറ്റ് കളർ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് ആ വെള്ളവും ഇതും കൂടി ഇപ്പം മിക്സ് ആയിക്കൊണ്ട് വരികയാണെന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പിൻ്റെ ഇത് ബ്ലെൻഡർ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഇതാ മിക്സായി. ഇപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ശരിക്കും നല്ല ക്രീമിൻ്റെ നല്ല വൈറ്റ് കളറായിട്ട് വന്നു. പക്ഷേ നമ്മൾ ഈ ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് കണ്ടോ എയർ ബബിൾസ് വരുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഒന്നും കൂടി ചൂടാറേണ്ടതായിരുന്നു. എനിക്ക് കുറച്ച് തിരക്ക് കൂടിപ്പോയി. ഒന്നും കൂടി മിക്സ് ചെയ്ത് ചൂടാറി വരുമ്പോൾ അപ്പോൾ എയർ ബബിൾസ് കുറേ പോലെ കണ്ടിന്യൂസ് അടിക്കരുത്. ഇപ്പോൾ ഈ എയർ ബബിൾസ് പോകാനായിട്ട് ഞാൻ കുറേ നേരം പിന്നിട്ട് ഇളക്കേണ്ടതായിട്ട് വന്നു. കണ്ടോ മിക്സായി, എന്നാലും എയർ ബബിൾസ് കണ്ടോ അതിൻ്റെ ഉള്ളിലായാലും നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. നമുക്ക് ആ ഇതും എടുക്കുമ്പോൾ നമുക്ക് ശരിക്കും അത് മനസ്സിലാവും. പിന്നീട് അത് കുറച്ച് നേരം ഞാനിട്ട് ഇളക്കി. ഇനി നമുക്ക് കൂളിംഗ് ടൈമിൽ, അതായത് ഒരു 40 ഡിഗ്രിയിൽ എത്തുമ്പോൾ 30-40 ഡിഗ്രിയിൽ എത്തുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ഏകദേശം തണുത്തു. ഇനി ഇത് നമുക്ക് എസെൻഷ്യൽ ഓയിൽ, അതുപോലെ വൈറ്റമിൻ ഇ, പ്രിസർവേറ്റീവ്, ഇത്രയും കാര്യങ്ങൾ മെഷർ ചെയ്ത് ആഡ് ചെയ്ത് നമുക്ക് ബോട്ടിലിൽ നിറച്ച് നമുക്ക് ഉപയോഗിക്കാം. നമുക്കിത് കാണുമ്പോൾ കുറച്ച് പണിയുണ്ടെന്ന് തോന്നും. പക്ഷെ നമുക്ക് ആ എൻഡ് റിസൾട്ട്, നല്ലൊരു റിസൾട്ട് കിട്ടി കഴിയുമ്പോഴുണ്ടല്ലോ ഭയങ്കര സന്തോഷമായിരിക്കും നമുക്ക്. അതുപോലെ തന്നെ ഈ ലാങ്കി അതുപോലെ ഈ കുന്തിരിക്കത്തിൻ്റെ, അതായത് ചില എസെൻഷ്യൽ ഓയിലുകൾ തമ്മിലുള്ള കോമ്പിനേഷൻ, അതൊരു പ്രത്യേക ഒരു മണമാണ്. അത് നമുക്ക് മണക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു റിഫ്രഷിങ് ഒരു ഫീലിംഗ് ആണ്. അപ്പോൾ എല്ലാവരും പറ്റുമെങ്കിൽ ഉണ്ടാക്കി നോക്കുക. കാരണം പലരും നമ്മളിപ്പോൾ നാട്ടിലൊക്കെ നല്ല നല്ല ടൈപ്പ് ഓഫ് ക്യാരറ്റ് ഓയിൽ അങ്ങനെയുള്ള പല ഓയിലുകൾ ഉണ്ടാക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഈ ക്രീമിൽ കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിനും നല്ലതാണ്. അതുപോലെ തന്നെ ആൻറ്റി ഏജിങ്, ആൻറ്റി ഓക്സിഡൻറ്റ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരുമിച്ചാവുമ്പോൾ ഒറ്റ കാര്യത്തിൽ നമുക്ക് എല്ലാം കൂടി കിട്ടും. ഇതെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് സ്റ്റെപ്പാണ് pH ചെക്ക് ചെയ്യൽ. pH നമ്മളിതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ജിയോഗാർഡ് ECT എന്ന പ്രിസർവേറ്റീവ് ആണ്. അത് നാച്ചുറൽ എക്കോ സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രിസർവേറ്റീവ്, നാച്ചുറലി ഡിറൈവ്ഡ്. അപ്പോൾ അത് ആഡ് ചെയ്ത് കഴിയുമ്പോഴുള്ള പ്രശ്നം pH ഇപ്പോഴും 3ലേക്ക് പോകും. നമുക്ക് വേണ്ട pH എന്ന് പറയുന്നത് 5.5 ആണ്. അതിനുവേണ്ടി സോഡിയം ബൈകാർബണേറ്റ് നമ്മൾ വെള്ളത്തിൽ 1 ഗ്രാം എടുത്തിട്ട് 9 ഗ്രാം വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ അതിലേക്ക് 100 ഗ്രാമിന് ഒരു 6 ഡ്രോപ്സ് എങ്കിലും ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് റെഡി ആയിട്ട് വരും. അപ്പോൾ pH 5.5ലേക്ക് നിർത്താനായിട്ട് നോക്കണം. പക്ഷേ നമ്മൾ 6 ഡ്രോപ്സ് എന്ന് പറഞ്ഞാലും ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ പ്രിസർവേറ്റീവിന് നമ്മൾ പല സ്ഥലങ്ങളിൽ കിട്ടുന്നതിന് വ്യത്യാസം ഉണ്ടാവും. അത് നമ്മളെപ്പോഴും ഫസ്റ്റ് ടൈമിൽ ടെസ്റ്റ് ചെയ്തിട്ട് നമ്മളത് അറിഞ്ഞിട്ട് വേണം പിന്നീട് അത് ചെയ്യാനായിട്ട്. ഇപ്പോൾ pH എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ചൂടാറി, ഒട്ടും ചൂടില്ല എന്ന് ഉറപ്പ് വരുത്തണം നമ്മളൊരു ബോട്ടിലേക്ക് പകർത്തുമ്പോൾ. അപ്പോൾ നല്ലൊരു ബോട്ടിലേക്ക് എടുത്ത് വെച്ചിട്ട്
നമ്മൾ ആവശ്യത്തിന് എടുത്ത് ഉപയോഗിക്കാം. ഇന്നത്തെ വീഡിയോ കുറച്ച് നീണ്ടുപോയെന്നറിയാം, എങ്കിലും ചെയ്യേണ്ടവർക്ക്, ആഗ്രഹമുള്ളവർക്ക് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ വേണ്ടി വരുമെന്ന് തോന്നി. അതുകൊണ്ടാണ്. വീണ്ടും കാണാം. ബൈ.